ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക്. എൻ്റെ പേര് മുഹമ്മദ് തഫീം. നമ്മൾ നമ്മുടെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോയിലാണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റിയിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിച്ചു. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ പറ്റിയാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു പണിയാണ് നിങ്ങൾക്ക് തന്നത്. ഈ ഒരു മെറ്റൽസ്, ഏതൊക്കെ മെറ്റൽസ് ഈ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുമോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരുന്നത്. അത് റിയാക്ടിവിറ്റി സീരീസ് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മഗ്നീഷ്യം ഫ്രം കോപ്പർ സൾഫേറ്റിൽ നിന്ന് മഗ്നീഷ്യം എന്ത് ചെയ്യണം? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മഗ്നീഷ്യം എന്താണ്? കോപ്പറിനേക്കാൾ ഉയരത്തിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ടിവിറ്റി സീരീസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ മെറ്റൽസിൻ്റെ ശക്തിയാണ്. ഓക്കെ, പവർ നമ്മൾ ഈ UFC-ലൊക്കെ ഇത് റാങ്ക് ചെയ്യില്ലേ, അതുപോലെ പവർ കൂടിയ ആൾ ഏറ്റവും മുകളിലും ശക്തി കുറഞ്ഞ ആൾ ഏറ്റവും താഴെ. അപ്പോൾ ശക്തി കൂടിയ ആളെപ്പോൾ എന്ത് ചെയ്യും? ശക്തി കുറഞ്ഞ ആളെ ഇടിച്ച് പഞ്ചറാക്കിയിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റും. ഓക്കെ, ശക്തി കുറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ശക്തി കൂടിയ ആളെ ഒരിക്കലും ഇരുന്നൂറിന് എണീപ്പിച്ച് വിടാൻ കഴിയില്ല. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാൾ ശക്തി കൂടുതലാണ്. റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാൾ ശക്തി കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കോപ്പർ സൾഫേറ്റ് ചെയ്ത് മഗ്നീഷ്യത്തിന് കോപ്പറിനെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ കയറിയിരിക്കാൻ കഴിയും. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അവിടെ നടക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുക. ഇനി Ag ആൻഡ് CuSO4, രണ്ടാമത്തെ Ag ആൻഡ് CuSO4. Ag എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്, അർജന്റം എന്ന് പറയുന്നത് സിൽവറിന്റെ ലാറ്റിൻ നെയിമാണ് സിൽവർ. ഓക്കെ, സിൽവർ കോപ്പറിനേക്കാൾ താഴെയാണ്. കോപ്പർ സിൽവർ ഗോൾഡ് എന്ന റിയാക്ടിവിറ്റി സീരീസ് വരും. അതായത് കോപ്പറിന് സിൽവറിനേക്കാൾ ശക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? സിൽവറിന് ശക്തി കുറവാണ്. സിൽവറിന് കോപ്പറിന് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. ഓക്കെ, ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. ഇനി മൂന്നാമത്തത് മഗ്നീഷ്യം ആൻഡ് സിങ്ക് സൾഫേറ്റ്. മഗ്നീഷ്യം സിങ്കിനെ അവിടെ നിർത്ത് മാറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞ പോലെ ലിഥിയം, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്. അപ്പോൾ മഗ്നീഷ്യം കഴിഞ്ഞാൽ അലൂമിനിയം കഴിഞ്ഞിട്ടാണ് ആര് വരിക? സിങ്ക് വരിക. അപ്പോൾ മഗ്നീഷ്യത്തിന് സിങ്കിനേക്കാൾ ശക്തി കൂടുതലുണ്ട്. അപ്പോൾ മഗ്നീഷ്യത്തിന് സിങ്കിനെ എന്ത് ചെയ്യാൻ പറ്റും? തോൽപ്പിക്കാൻ കഴിയും. സിങ്കിനെ എന്ത് ചെയ്യും? സിങ്ക് സൾഫേറ്റിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ ആർക്ക് പറ്റും? മഗ്നീഷ്യത്തിന് പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കും? റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇവിടെ ടേക്സ് പ്ലേസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നാലാമത്തത് മഗ്നീഷ്യം ആൻഡ് സിൽവർ നൈട്രേറ്റ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മഗ്നീഷ്യം ഭയങ്കര പവർഫുൾ ആണ്, സിൽവറിനൊട്ടും തന്നെ ശക്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും മഗ്നീഷ്യം സിൽവറിനെ തോപ്പിക്കും. സിൽവർ നൈട്രേറ്റ് എന്ത് ചെയ്യും? സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ആർക്ക് കഴിയും? മഗ്നീഷ്യത്തിന് കഴിയും. അപ്പോൾ ഇവിടെയും റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആണ്. ഇനി കോപ്പർ ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ്. കോപ്പർ എന്ന് പറഞ്ഞാൽ കോപ്പർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനേക്കാൾ താഴെയാണ് എന്ത് വരുന്നത്? കോപ്പർ വരുന്നത്. മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആളാണ്. അപ്പം മഗ്നീഷ്യത്തിന് ഭയങ്കര ശക്തിയാണ്, കോപ്പറിന് ശക്തി കുറവാണ്. അപ്പോൾ കോപ്പറിന് എന്ത് ചെയ്യാൻ കഴിയില്ല? മഗ്നീഷ്യത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ ആ ശക്തി കമ്പയർ ചെയ്താൽ മതി. ഏറ്റവും മുകളിലുള്ള ആൾക്ക് ശക്തി കൂടുതൽ, താഴേക്ക് വരുന്നവർ എന്ത് ചെയ്യും? ശക്തി കുറഞ്ഞു വരും. ശക്തി കൂടിയ ആൾക്കാണ് ആരെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ? ശക്തി കുറഞ്ഞ ആളെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശക്തി കൂടിയ ആൾക്കാണ് ആ ഒരു സോൾട്ടിൽ നിന്ന് ശക്തി കുറഞ്ഞ ആളെ മാറ്റിയിട്ട് ആൾ കയറിയിരിക്കാൻ കഴിയുള്ളൂ. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഇവിടേക്കാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമ്മൾ കാണുക എന്നുള്ളൊരു സംഗതിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുക എന്ന് പരിശോധിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുക? ഇത്തരത്തിൽ അത് കെമിക്കൽ പ്രോസസ്സ് വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുക? ഇത്തരത്തിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുക. ഇത് നടക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് വഴിയാണ്. കാരണം നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് പറഞ്ഞു സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും. അപ്പോൾ എന്നാൽ ഇലക്ട്രോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഈ ഒരു സംഗതി ഉപയോഗപ്പെടുത്തിയിട്ടാണ് കെമിക്കൽ റിയാക്ഷൻസിൽ ഇങ്ങനെ ഇലക്ട്രോൺസ് റിലീസ് ആവുന്നുണ്ട് എന്ന സംഗതി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് എന്തുണ്ടാക്കുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്? ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ. ഇതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ. നമ്മുടെ
ഇതിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനാണ് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ബൈ മീൻസ് ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ച റിഡോക്സ് റിയാക്ഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണ്? എല്ലാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ വഴി എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഗാൽവാനിക് സെൽ. അപ്പോൾ എന്തൊക്കെയാണ് ഗാൽവാനിക് സെല്ലിലുള്ളത്? ഗാൽവാനിക് സെല്ലിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ട് അല്ലേ? 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ആണ് തന്നത്, കോപ്പർ, സിങ്ക് ആൻഡ് കോപ്പർ ഗാൽവാനിക് സെല്ലാണ് തന്നിട്ടുള്ളത്. ഇവിടെ 2 ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു വോൾട്ട് മീറ്റർ. അതിലെന്താ? ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ്, ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് കാണുന്ന ഇവിടെ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കറിയാം എന്താ സിങ്കിന് എന്താ സംഭവിക്കുക? എപ്പോഴും ഹൈലി റിയാക്റ്റീവ് മെറ്റലിന് ഓക്സിഡേഷൻ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റലിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എളുപ്പം വഴിയുണ്ട്. HRMORA. HRMORA. ഓക്കെ, അപ്പോൾ HRM എന്ന് പറയുമ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. ഓക്കെ, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. എന്താണ്? ORA എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ റിലീസസ് ഇലക്ട്രോൺ ആനോഡ്. ഓക്കെ, HRM എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് ഞാൻ എഴുതി തരാം. HRM, H എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. ORA എന്ന് പറഞ്ഞാൽ, O എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസസ് ഇലക്ട്രോൺസ്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റേത് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ HRMORA, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, ഓക്സിഡേഷൻ, റിലീസസ് ഇലക്ട്രോൺസ്, ആനോഡ്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റലിന് എന്താ സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കുക, അത് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. അതെന്തായിരിക്കും? ആനോഡായിരിക്കും. ആ മെറ്റലിലുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്പാരറ്റസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്ത്? ഹൈലി റിയാക്റ്റീവ് മെറ്റലിലൂടെ സിങ്ക് ആണ്. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി സിങ്കിനാണ്. അപ്പോൾ സിങ്കിൻ്റെ അവിടെ എന്തൊക്കെ നടക്കും? ORA, ഓക്സിഡേഷൻ, റിലീസസ് ഇലക്ട്രോൺസ്, ആനോഡ്. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ഇലക്ട്രോൺസിനെ ഇയാൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? ആനോഡാണ്. ഓക്കെ, ഈ ഒരു ഇതൊന്ന് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? കാഥോഡായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഇലക്ട്രോഡാണ് ആനോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡാണ് ഇവിടെ കാഥോഡ്. ഓക്കെ, പോസിറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇലക്ട്രോലൈറ്റ് നമ്മുടെ വോൾട്ടായിക് സെല്ല്, ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ആയിരിക്കും, കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ്. റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് സിങ്ക് 2+ ആവും. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മുകളിലൂടെ എക്സ്റ്റേണൽ സർക്യൂട്ട്, ഈ ഒരു സർക്യൂട്ട് വഴി ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്ത് എവിടെ എത്തും? കോപ്പർ ഇലക്ട്രോഡിലേക്ക് ഈ ഇലക്ട്രോൺസ് എത്തും. ഓക്കെ, എന്നിട്ട് ഈ എന്ത് ചെയ്യും? ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യും? ഇവിടെയുള്ള Cu2+, CuSO4 Cu2+ അയോൺസ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ട് കോപ്പറായിട്ട് മാറും. ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സിങ്ക് ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവ്മെന്റ് കാരണം എന്ത് സംഭവിക്കും? ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അയോൺസിന്റെ ഫ്ലോ കണ്ടിന്യൂസ് ആക്കി നിർത്തി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ടോട്ടൽ റിയാക്ഷൻ സിങ്ക് പ്ലസ് Cu2+ ഗിവ്സ് സിങ്ക് 2++ Cu. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതെന്താണ്? ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ ആനോഡിലും റിഡക്ഷൻ കാഥോഡിലുമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ നിങ്ങൾ പഠിക്കുക. 2 ഇലക്ട്രോഡ്സ് നടക്കുന്ന റിയാക്ഷൻ ഏതാണെന്ന് നിങ്ങൾ പഠിക്കണം. മെറ്റൽസിന്റെ ഡിഫറൻസ് അനുസരിച്ച് മാത്രമാണ് മറ്റു മെറ്റൽസ് വന്നാലും ആ മെറ്റൽസിന്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിയാക്ഷൻസ് ഏകദേശം സെയിം തന്നെയായിരിക്കും. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡിൽ എന്താണ് നടക്കുന്നത്? സിങ്ക് ഇലക്ട്രോഡിൽ സിങ്ക് 2+ എന്തായിട്ട് മാറുന്നു? സിങ്ക് എന്തായിട്ട് മാറുന്നു? സിങ്ക് 2++ 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെ എത്തുന്നു? നമ്മുടെ കാഥോഡായ കോപ്പറിലെത്തുമെന്ന് സംഭവിക്കും. ഇവിടെയുള്ള Cu2+ അയോൺസ് ഈ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആകെത്തുക, ഈ
ഇലക്ട്രോഡിൻ്റെ റിയാക്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട എന്താണ്, ഈ ഒരു റിയാക്ഷനാണ് ഇലക്ട്രോഡിൻ്റെ റിയാക്ഷൻ. ഓക്കെ, ഇലക്ട്രോഡിൻ്റെ അല്ല, സെല്ലിൻ്റെ റിയാക്ഷൻ. ഈ സെല്ലിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷനാണ്. അപ്പോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷൻ. സെല്ലിൻ്റെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതേണ്ടത്, സിങ്ക് പ്ലസ് Cu2+ സിങ്ക് 2+ പ്ലസ് Cu. ഓക്കെ, ഇനി ആനോഡിലെ എഴുതാൻ പറഞ്ഞാൽ ആനോഡിൽ നടക്കുന്നത് ഇതാണ്, ഇത് ഓക്സിഡേഷൻ ആനോഡിലും റിഡക്ഷൻ കാഥോഡിലും. അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ഗിവ്സ് സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺ എഴുതി വെക്കുക. കാഥോഡിലുള്ള റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡ്യൂസിങ് റിയാക്ഷൻ Cu2+ പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് Cu. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ ഓക്സിഡേഷൻ, ഇവിടെ റിഡക്ഷൻ, ഇത് രണ്ടും നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നതായിരിക്കും റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ നടക്കുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. എന്ന് സംഭവിക്കുന്നു, ഈ സിങ്കിൻ്റെ ഇലക്ട്രോൺസ് പോയിട്ട് കോപ്പറിനെ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്യണം. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ ഇവിടെ നടക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബാറ്ററി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ ഒരു ബാറ്ററിയിൽ, അത് നമ്മുടെ ഏതൊരു ബാറ്ററി നമ്മൾ എടുത്ത് നോക്കിയാൽ, നമ്മുടെ റിമോട്ടിലുള്ള ബാറ്ററി തന്നെ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇത്തരത്തിൽ രണ്ട് മെറ്റൽസ് തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇനി നോക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന് സോൾട്ട് ബ്രിഡ്ജാണ്. ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാം. എന്താണ് സോൾട്ട് ബ്രിഡ്ജ്? അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ട്യൂബാണ്, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്യൂബാണ്, യു ഷേപ്പിലുള്ള ഒരു ട്യൂബ്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഇമേജ് കാണാം. ഓക്കെ, ഈ ഒരു ട്യൂബാണ് ഇത് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ജെലാറ്റിനസ് ജെല്ല് പോലുള്ള അഗാർ അല്ലെങ്കിൽ ജെലാറ്റിൻ വെച്ചിട്ട് ഒരു ജെല്ല് പോലുള്ള ഒരു സംഗതി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആ ജെല്ലിൻ്റെ ഒപ്പം ഒന്നുകിൽ പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ്, ഇതിൽ ഏതെങ്കിലും ഒരു സോൾട്ട് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ പണിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇവിടം വരെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആണല്ലോ. എക്സ്റ്റേണൽ സർക്യൂട്ട് ഉണ്ട്, വയർ വെച്ചിട്ടുള്ള സർക്യൂട്ട് ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വയർ വെച്ചിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അയോൺസ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ആവുന്നത്, ഇലക്ട്രോൺസ് അല്ല. ഇവിടെയാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവുന്നത്, ഇവിടെ അയോൺസ് ആണ് ട്രാൻസ്ഫർ ആവുന്നത്. വയർ വഴി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കണ്ടക്ടർ വഴി അയോൺസ് ട്രാൻസ്ഫർ ആകാൻ പറ്റില്ല. അയോൺസിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മറ്റ് അയോൺസ് നമുക്ക് വേണം. അപ്പോൾ ആ ഒരു അയോൺസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്തരത്തിൽ ഈ സോൾട്ട്സിൻ്റെ രൂപത്തിൽ അയോൺസിനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലുള്ള അയോൺസ് വഴി എന്ത് ചെയ്തോളും, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ആഡ് ചെയ്യുന്നത്. ദിസ് കംപ്ലീറ്റ്സ് സർക്യൂട്ട് ബൈ ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ സെൽ. അപ്പോൾ ഈ സെല്ല് കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ സോൾട്ട് ബ്രിഡ്ജാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. സത്യത്തിൽ ഈ ഒരു ബാറ്ററിയിൽ നമ്മുടെ എല്ലാ ഇതിൻ്റെ എല്ലാ സർക്യൂട്ടിലുള്ളത് ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ ശരിക്കും നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്, എന്താ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നതായിട്ടാണ് എപ്പോഴും വരക്കുക അല്ലേ. കറണ്ട് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നതായിട്ടാണ് വരക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, സത്യത്തിൽ ആ ബാറ്ററിയുടെ ഒരു ഒറിജിനൽ വെർഷനാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് സത്യത്തിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. സിങ്കിൽ നിന്ന് ഇലക്ട്രോൺസ് റിലീസ് ആവുന്നു, അത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഇങ്ങനെ മൂവ്, അങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ഈ ഇലക്ട്രിസിറ്റിയെ പറ്റി പഠിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ അസ്യൂം ചെയ്തിരുന്നത് എന്താണ്, പോസിറ്റീവിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് അസംഷനാണ് നമ്മൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാൽക്കുലേഷൻസും ലോസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിലാണ്. എല്ലാ കാൽക്കുലേഷൻസും ലോസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തിലാണ്, ആ ഒരു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നതെന്ന് തെറ്റായ അസംഷനിൽ ബേസ് ചെയ്തിട്ടാണ്. ആ അസംഷൻ തെറ്റാണെങ്കിലും ഇനി അതിലൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ ലോസും ഈ ഒരു എന്താണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ അഡ്വാൻസസിലും എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരത്തിലൊരു കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ കൺഫ്യൂഷനിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പറയും. ഒന്ന് എന്താ കൺവെൻഷണൽ കറണ്ട്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് പോകുന്നത് എന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ ഒറിജിനൽ കറണ്ടിനെ, ഒറിജിനലായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്, അത് നമ്മൾ ഇലക്ട്രോൺ കറണ്ട് എന്നും വിളിക്കും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോനെ എന്താ വിളിക്കുക, നെഗറ്റീവ് ടു പോസിറ്റീവ് നമ്മൾ ഇലക്ട്രോൺ കറണ്ട് എന്നും. അതുപോലെ തന്നെ എന്താണ് കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോണിൻ്റെ ഫ്ലോ അല്ല, കറണ്ടിൻ്റെ ഫ്ലോ നമ്മൾ അസ്യൂം ചെയ്യുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ആ ഒരു ഡയറക്ഷനെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് തുടർന്നു പോകുന്ന രീതികൾക്കാണ് കൺവെൻഷൻ എന്ന് പറയുക. അപ്പോൾ അതനുസരിച്ചുള്ള കറണ്ട്, കൺവെൻഷണൽ കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്നും
ഇലക്ട്രോൺ കറണ്ട്, യഥാർത്ഥത്തിലുള്ള കറണ്ട് എവിടെ നിന്നാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, മറ്റേ പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ശരിക്കുമുള്ള കറണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇലക്ട്രോൺ കറണ്ടാണ് ശരിക്കും. ഒറിജിനൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറണ്ട്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ശരിക്കും ഇലക്ട്രോൺസ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ കൺവെൻഷൻ അനുസരിച്ച് ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ച് വരുന്ന രീതി എന്ന് പറയുന്നത് പക്ഷേ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഇതാണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ, ഈ ഒരു റിഡോക്സ് റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് സംസാരിച്ച് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇക്വേഷൻസ്, പ്രത്യേകിച്ച് ഏതാണ് ആനോഡ് ഏതാണ് കാഥോഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് HRM ORA എന്ന് ഞാൻ പറഞ്ഞു തന്ന ആ ഒരു സംഗതി നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ആനോഡിൽ എന്താ നടക്കുന്നത്? ഇപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത്. ആ റിയാക്ഷൻ ഏതാണെന്ന് പഠിച്ചു വെക്കുക. ഏത് മെറ്റൽ വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കണം. അതുപോലെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾ ടോട്ടൽ റിയാക്ഷൻ, സെല്ലിൽ ടോട്ടൽ ഗാൽവാനിക് സെല്ലിൽ ടോട്ടലായിട്ട് നടക്കുന്ന റിയാക്ഷൻ എന്ത് ചെയ്യുക? എഴുതാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഇത്തരം കാര്യങ്ങളാണ്. അതുപോലെ സോൾട്ട് ബ്രിഡ്ജിനെ പറ്റി ഇപ്പോൾ നമ്മൾ ചെറിയ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇത്തരത്തിൽ ഇലക്ട്രോ കെമിസ്ട്രിയിലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് സെൽ, ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇലക്ട്രോളിസിസിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ 8th പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം? കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു പണി കൂടി ഞാൻ തരാം. ഓക്കെ, അപ്പോൾ എന്താണ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെല്ല് ഞാൻ തരാം. ഈ സെല്ലിൽ മഗ്നീഷ്യം സിൽവർ ഇലക്ട്രോഡ്സ് ഉള്ളൊരു സെല്ല്. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യം സിൽവർ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ സിങ്കും കോപ്പറിനും വരെ എന്താണ്? മഗ്നീഷ്യം സിൽവറും ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആനോഡ് റിയാക്ഷൻ, ഓക്കെ, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ടോട്ടൽ സെല്ലിലുള്ള റിയാക്ഷൻ. ഓക്കെ, ഇതിൽ ആനോഡ് ഏതാണെന്ന് എഴുതുക, കാഥോഡ് ഏതാണെന്ന് എഴുതുക. ആനോഡിലെ റിയാക്ഷൻ, കാഥോഡിലെ റിയാക്ഷൻ, ടോട്ടൽ സെല്ലിലെ റിയാക്ഷൻ. എന്നിട്ട് ഇതിൽ ഓക്സിഡേഷൻ ഏതാണ്, റിഡക്ഷൻ ഏതാണെന്ന് കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് എഴുതാൻ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു പണി കൂടി നിങ്ങൾ അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഈ ടോപ്പിക്ക് ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് സെൽ, ഇലക്ട്രോലിറ്റിക് സെല്ലിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.